ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടൻ, പ്രജോദ് ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. കലാകാരന്മാരെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആ സ്നേഹം അവർ എപ്പോ കണ്ടാലും പ്രകടിപ്പിക്കുന്ന കാലിക്കറ്റ് എന്ന് പറഞ്ഞ നാട്ടിൽ നിന്നാണ് നമ്മുടെ ഓഡിയൻസ് വന്നിട്ടുള്ളത്. അവരും കലാകാരന്മാരാണ്. ബിഗ് ബാൻഡ് എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പിലെ അംഗങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് സാധനം കൊച്ചു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രീജു ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്. അയ്യോ അയ്യോ, ഞാൻ ഇതെങ്ങനെ സഹിക്കും, എങ്ങനെ സഹിക്കുവേ? ആ നിൽക്കുന്ന നിപ്പ് നോക്ക്. എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ കഷ്ടപ്പെട്ട ഒരു കാറ് വാങ്ങിച്ച് എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടത്, അത് പൂജിക്കാനെന്ന് പറഞ്ഞ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഈ നിൽക്കുന്ന കാലന്റെ ആന മതളവി ചവിട്ടി പൊട്ടിച്ചിട്ടാണ്. എന്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെ സഹിക്കുവേ? എടാ, മനുഷ്യന്മാര് വല്ലവരും ആണെങ്കിൽ ആന ഇളഞ്ഞ അമ്പലപ്പറമ്പിൽ ഈ കാർ കൊണ്ടേ പാർക്ക് ചെയ്യോ? നീ പൂജിക്കാനല്ല വന്ന അമ്പലത്തിന്റെ അകത്ത് കൊണ്ടുപോയിടണം. നീ എന്തോ വർത്താനാണോ ഈ പറയുന്നത്? എടാ, അമ്പലത്തിന്റെ നടപ്പന്തലിൽ ചെറിയ വഴിയല്ലേ, വണ്ടി ഓടിച്ച് കയറ്റുമ്പോ സൈഡ് ഗ്ലാസ് ഉറഞ്ഞ് ചിലപ്പോ സ്ക്രാച്ച് ആയാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടത്. അപ്പോഴാണ് നിന്റെ ആന ഈ പരിപാടി ഇവിടെ ഒപ്പിച്ചു വെച്ചത്. ഈ സൈഡ് ഗ്ലാസിന് ഒന്നും പറ്റിയിട്ടില്ല. നിൽക്കുന്ന നിപ്പ് നോക്ക്. ആൾക്കാർ വിചാരിക്കും പ്ലാസ്റ്റോ പാരിസി ഉണ്ടായ ശ്രീകൃഷ്ണന്റെ പ്രതിമയാണെന്ന്. എന്റെ പൊന്നടാവേ, എന്റെ ആന അല്പം അപ്ഡേറ്റഡ് ആയി പോയി. എന്തോന്ന് അപ്ഡേറ്റഡ് അതിന്റെ ആന? ഈ അടുത്തൊരു അമ്പലത്തില് ആന അടിച്ചിട്ട് 3-4 കാറ്, ബസ് ഇതൊക്കെ ചവിട്ടി പൊട്ടിച്ചു. ഇവന്റെ കൂട്ടുകാർ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കുമ്പോ ഇതെങ്ങനെ ഇവിടെ മര്യാദക്ക് നിൽക്കും? ട്രെൻഡ് അല്ലേ? ട്രെൻഡ്? എന്റെ ഭാര്യയുടെ വാശിപ്പുറത്ത് വാങ്ങിച്ച വണ്ടിയാ, നിനക്കറിയാമോ? വാശിപ്പുറത്ത് മേടിച്ച വണ്ടിയാണെങ്കിൽ എന്ത്, ഇപ്പൊ അവനത് മേശപ്പുറത്ത് എടുത്തു വെക്കാൻ പാകത്തിലാക്കില്ലേ? നിന്റെ മുതലാളിയുടെ നമ്പർ ആടാ. നിന്റെ ആനയുടെ മുതലാളിയുടെ നമ്പർ ആടാ. നഷ്ടപരിഹാരം ചോദിക്കാനാ? അല്ല, പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഇത്രയും വലിയൊരു ആനയെ നിന്റെ തന്ന് വിട്ടെന്ന് എനിക്ക് അവനെ ചോദിക്കണോടാ. എടാ, ആനയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എനിക്ക് എന്റെ ആന എന്റെ കുഞ്ഞിനെ പോലെടാ. പാവം, അവന്റെ ആ കുഞ്ഞിക്കാലും കൊണ്ട് ആ വണ്ടിയുടെ പുറത്തൊന്ന് തൊട്ടു, അതിനാണ് ഈ പുകില്. നിന്റെ ആനയുടെ കുഞ്ഞിക്കാലിന് എത്ര ടൺ വെയിറ്റ് ഉണ്ടാ? വെറും 10 ടൺ. ആ 10 ടൺ വെച്ചിട്ട് അത് കാണിച്ചു വെച്ചാൽ കോലം കണ്ടാ നീ. എനിക്കറിഞ്ഞൂടാ, എനിക്ക് കാറ് വേണം, എനിക്ക് എന്റെ കാറ് വേണം, കാറ് വേണം, കാറ് വേണം. എന്തുവാ എത്തിയൊളിഞ്ഞ് നോക്കുന്നത്? ആ കളിപ്പാട്ടക്കടക്കാര് പോയെന്ന് നോക്കിയത് ഒരു കാറ് ഞാൻ മേടിച്ചു തരാം. നിന്റെ 25 രൂപയുടെ കാറല്ല, പിന്നെ ഇത് ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാ. അതാ നിന്റെ ആന ചവിട്ടി പൊടിച്ച് കളഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് കാറ് വേണം, കാറ് വേണം, കാറ് വേണം. എന്റെ ഇളയ ചെറുക്ക 3 വയസ്സുള്ളവന് പോലും ഇത്രയും വാശിയില്ല. 35 വയസ്സുള്ള ഈ മുതുക്കൻ എന്ന് കാണിക്കണ കോക്കാമ്പീച്ചുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മല്ലപ്പള്ളി പാവത്താനെ പറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ. മല്ലപ്പള്ളി പാവത്താൻ അത് ആര്? എന്റെ ആന. അപ്പൊ നിന്റെ പേരെന്തോന്ന്? ശൂരനാട് രാജശേഖരൻ. ആനക്കിടാനുള്ള പേരെടുത്ത് അവനിടാനുള്ള പേരെടുത്ത് ആനയ്ക്ക് വിട്ടിട്ട് വന്നിരിക്കുന്നു. ആനയ്ക്ക് മതവളം നിനക്ക് അറിഞ്ഞൂടെ? ആനയ്ക്ക് മതവളവെ നിയന്ത്രിക്കേണ്ട നീയല്ലടാ. നിയന്ത്രിച്ച് ആനയ്ക്ക് മതളങ്ങിയപ്പോ നിക്കവിടെ നീ ഞാൻ ചൂണ്ടി നിർത്തിയതാ. എന്നിട്ട് ആന നിന്നില്ലല്ലോ. ഇതെന്നെ കാണണ്ടാവേ. ഈ സാധനം അശരീരി കേട്ട് ആന നിയന്ത്രിക്കുന്ന എവിടെയെങ്കിലും കണ്ടോ? ആനയ്ക്ക് മതവളം നിനക്ക് അറിഞ്ഞൂടാ. ആനയ്ക്ക് മതവളം കാര്യം പിന്നെ ആനയ്ക്ക് മതളകം എടുത്ത് പുള്ളി വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇടും. ഇപ്പൊ ഇളകും. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും നിന്റെ ആന മതം പൊട്ടി ബൈപ്പാസിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. നീ ഈ വടിയും പിടിച്ചോണ്ട് ഇവിടെ തന്നെ നിന്നോ? ആന ഓടിക്കഴിഞ്ഞ എവിടം വരെ ഓടും? ടോള് വരെ. അവനവിടെ നിൽക്കും. അവന് ഫാസ്ടാഗ് ഇല്ല, അവന് ചമ്മി ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ നിനക്ക് പോയിട്ട് വേറെ വല്ല ജോലികളുണ്ടോ? ഇല്ല. കുറച്ചേരം ഇവിടെ നിൽക്കാൻ പറ്റുമോ? അവ ചമ്മി തിരിച്ചു തന്നെ കാണാം, നമുക്ക് നോക്കി ചിരിക്കാം. ആന മതം പൊട്ടി ഓടിയ നീ കണ്ട? നീ എന്തിനു കോണോട് കോണോടിയത്? ആന കോണോട് കോണേ പോവുള്ളൂ. കുതിരയാണ് എൽ ഷേപ്പിൽ പോണത്. നിന്റെ ആനയുടെ കാര്യമല്ലേ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഭാര്യയെങ്ങാനും ഇത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ അവള് തലതല്ലി ചാവും. എനിക്ക് അറിഞ്ഞൂടാ ദൈവമേ, അവളടുത്ത് ഞാൻ എന്ത് സമാധാനം പറയുമോ എന്തോ. അവള് വരുന്നു, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് നീ ആ മുണ്ടയിച്ചേ. നീ മുണ്ടയിച്ച എന്റെ ഭാര്യ വരും, നീ മുണ്ടയിക്കേ. ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. വരുമ്പോ മുണ്ടഴിക്കാൻ. ആ മുണ്ടയിച്ചൊന്ന് താടാഞ്ഞോട്ട്. മുണ്ടഴിച്ച ശരിയാവൂല, കഴുകിയിട്ടേക്കുവാ. എന്ത്
നിക്കറ് കഴുകിയിട്ടേക്കുവാണ്. ആ മുണ്ടായിട്ടൊന്ന് താഴഞ്ഞോട്ട് കാറ് മൂടിയിടാനാ. എന്റെ പൊന്നളിയാ, എന്റെ മുണ്ടായിട്ട് മൂടിക്കഴിഞ്ഞാൽ ആ മിററ് മാത്രമേ മൂടുള്ളൂ. ഒരു കാര്യം ഞാൻ മുണ്ടങ്ങട് നോക്കി. അല്ല ഇനിയിപ്പോ എത്തോ നീ മൂടിക്കോ. അവള് വന്ന് കണ്ടു കഴിഞ്ഞ ദൈവമേ എന്റെ ഭാര്യ തല തെറ്റിച്ചാവും. പിടിയെ നോക്കിക്കൊണ്ടിരിക്കാതെ അതെങ്കിലും ചെയ്ത് എനിക്ക് വേണ്ടി. എന്താ പൊന്ന് തോട്ടി അതിന്റെ ഇടയ്ക്ക്. ചേട്ടാ ഓ, ഓ. ചേട്ടാ പൂമാല റെഡി, 4 നാരങ്ങ റെഡി, 4 ടയറിന്റെ അടിയിൽ വെച്ചിട്ട് വേണം നമുക്ക് വണ്ടി ഇറക്കാൻ. ചേട്ടാ എന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടാ. സ്വന്തം കാർ ആന ചവിട്ടി പ്ലിങ്ങിട്ടേച്ച് സന്തോഷിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അയ്യോ, എന്റെ ചേട്ടന്റെ മുണ്ടെന്തിയെ? മുണ്ട് കാക്ക തൂറി. കാക്ക തൂറിയെന്ന്? സാധാരണ തലയിലോ ഷോൾഡറിലോ ഒക്കെ അല്ലേ, ഇതെന്താ മുണ്ടിലെങ്ങനെ ഇത്? ഇത് ലക്ഷ്യബോധമുള്ള കാക്കയാ. നേരെ പറന്ന് താന്നിറങ്ങി സൈഡിൽ കൂടെ പോരും, കാല് പൊക്കി ഒറ്റയടി. കാക്ക ചുമ്മാ വെറൈറ്റിക്ക് വേണ്ടി ഒരൊറ്റയടി. ചേട്ടാ കഥ പറഞ്ഞോണ്ടിരിക്കാതെ കാർ എവിടെ? കാറ് കാറ് കാക്ക കൊണ്ടുപോയി. കാക്ക കൊണ്ടുപോയെന്നു? എന്തുവാ ചേട്ടാ പറയാ? എടി നമ്മളെ ബഷീർ കാക്കയില്ലേ, പുള്ളി കാർ എടുത്തോണ്ട് പള്ളി കൊണ്ട് പോയിരിക്കുക. ഒരു പട്ട എന്തോ കേട്ട. നമുക്ക് എല്ലാ മതവും ഒന്നല്ലേ എടി. എല്ലാരും നമുക്ക് ഒരുപോലെ. ഫ്രണ്ട് സീറ്റ് എനിക്ക് തന്നെ വേണം കേട്ടോ. ഫ്രണ്ട് സീറ്റോ ബാക്ക് സീറ്റോ സൈഡ് സീറ്റോ ഇളക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോ. ചേട്ടാ, നമുക്ക് പൂജിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വണ്ടിയായിട്ട് എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം. എന്റെ വീടിന്റെ അപ്പുറത്ത് ആ സിന്ധു സന്ധ്യയൊക്കെ ഉണ്ട്, അവളുമാരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് ഞെളിഞ്ഞു നിൽക്കണം ഈ കാറിന്റെ വിട്ട്. പ്ലീച്ചിട്ടേക്കട ഈ കാറും കൂടെ അവിടെ പോയി ഞെളിഞ്ഞു നിൽക്കുന്നു. എപ്പ പ്ലിങ്ങിന്ന് വെച്ചാൽ മതി. ഇതാരാ ഇത്? കുറെ നേരം ഇത് ആനപ്പാപ്പാൻ. പാപ്പാനാണോ? ഞാൻ കരുതി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്നിട്ട് ഏതോ പിള്ളേര് സ്റ്റമ്പും പിടിച്ചോണ്ട് നിൽക്കുക. അങ്ങനെ കൊച്ചായിട്ട് കാണല്ലേ. എന്റെ ജീവിതം മാറ്റിമറിച്ച മനുഷ്യനാ ഈ നിൽക്കുന്ന. വാസ്തവം. ചേട്ടനെ ഏതെങ്കിലും അപകടാവസ്ഥയിൽ പുള്ളി രക്ഷിച്ചോ? ഇല്ല, എന്നൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടതവനാ. ചേട്ടാ കഥ പറഞ്ഞോണ്ടിരിക്കാതെ കാറ് കാണിക്ക് ചേട്ടാ. ഞാൻ ഇവിടെ നിർത്തിട്ട് കാറ് കാണിക്കാം. എന്റെ പൊന്നിന്റെ അടുത്തേ ചേട്ടാ ഒരു കാര്യം പറഞ്ഞ കേക്കൂ. അപ്പൊ ഈ വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ അവളെ കണ്ടല്ലേ? നിങ്ങളുടെ കാമുകയെ. എന്റെ ദൈവമേ, ഇല്ലാത്ത ആരോപണം എന്റെ തലയെ കൊണ്ട് വയ്ക്കല്ലേ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അടുത്ത്. നിനക്ക് പറ്റിക്കണം ആരൊക്കെ ഞാൻ പറയാം. എടി കൊച്ചേ, നീ വന്നേ. ഇവിടെ ഞാൻ കൊണ്ടുവന്ന ആന ഇടഞ്ഞു കഴിഞ്ഞ് കുറെ കാറും ഓട്ടോറിക്ഷയൊക്കെ ചവിട്ടി കൂട്ടി പൊട്ടിച്ചു. അതിന്റെ കൂടെ നിങ്ങളുടെ കാറും ആന ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു. ജസ്റ്റ് ടൈം പാസ്. ആണ്ടെ ദേ എടുക്കണു. അവിടെ മൂടിയിട്ടേക്കണു, കൊണ്ടുപോയി. എന്റെ ദൈവമേ, നാരങ്ങ എടുത്ത് വെച്ചോ, ലോങ് പോകുമ്പോ മണപ്പിക്കാ ഛർദ്ദി. അയ്യോ ചേട്ടാ ആ ആന ഇത് മത വിളക്കിയപ്പോ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഈ ആന കാരണം ഓരോ സ്ഥലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നത്. ഓ അതിനാണോ ചേട്ടൻ ഇത്രയും ടെൻഷൻ അടിച്ചോണ്ട് ഇവിടെ നിന്നത്? അതിനാണോ എന്റെ പൊന്ന് ഇത്രയും ടെൻഷൻ അടിച്ചോണ്ട് നിന്നത്? ഇങ്ങോട്ട് നോക്കിയേ, ഈ കാറാണോ ഇപ്പൊ പ്രശ്നം? അതൊക്കെ വിധിയാന്നും പറഞ്ഞ് നമുക്കങ്ങ് സമാധാനിക്കാം ചേട്ടാ എന്ന് ഞാൻ പറയുന്നു കരുതിയോ? 20 പവൻ സ്വർണം പണയം വെച്ചിട്ട് എനിക്ക് കാർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ കാറാണോ ഇത്? എന്റെ കാറോടെ എന്റെ കാർ എന്ത് ചെയ്യുന്നു? നിന്റെ കാറ് നീ റൂട്ട് മാറ്റി പോവല്ലേ, ഞാൻ പെട്ടുപോകും. എന്റെ കാർ മനുഷ്യ, ഇത് എങ്ങനെ? എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇനി അച്ഛന്റെ അടുത്ത് എന്തോ പറയും. കാർ എവിടെ? എടോ, കള്ളു കുടിച്ചിട്ടാന്നോടോ നിങ്ങൾ ഈ ആനയും കൊണ്ട് ഇപ്പൊ അമ്പലപ്പറപ്പിൽ വന്നത്? പെണ്ണുപിള്ളേ, ഞാൻ കള്ളു കുടിക്കാറില്ല, അഥവാ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാറേ ഇല്ല. എന്റെ ഈ അന്നം സത്യം. ഇല്ലയോടോ? പിന്നെ ഇതാണ് എന്റെ ചോറ്. ഒരു നാരങ്ങാച്ചാറ് കിട്ടില്ല പെട്ടക്ക് ഞാനിത് വീട്ടിൽ കൊണ്ട് പോവാത്തത്. ഇത് ആനപ്പിണ്ടല്ലാണ്ട് ചക്കര ഉണ്ടല്ല. രണ്ടുപേരോട് നിന്ന് കളിക്കുന്നത് കൊള്ളാം. എനിക്ക് ഇന്ന് എന്റെ കാറ് കെട്ടിക്കോണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കുടുംബത്തോട്ട് വന്ന് പോയേക്കരുത്. ദൈവമേ, ഞാൻ ഇനി അവള് വേറെ അടുത്ത് ഞാൻ എങ്ങനെ എനിക്ക് അവള് പറഞ്ഞിട്ട് പോയ കേട്ടടാ, കാറില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. നിന്റെ മുതലാളി നമ്പർ എടു. മുതലാളി ഇവിടെ ഇല്ല, മുതലാളി ദുബായിലാണ്. ദുബായി ആണെങ്കിൽ എവിടെയാണെങ്കിലും അവന്റെ വന്നിട്ട് എനിക്ക് കാർ വാങ്ങിച്ചു തരാൻ പറ. എല്ലാ പൊന്നു സുഹൃത്തെ, മുതലാളിയൊക്കെ അവിടുന്ന് വരാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു നടപടിയില്ല, പുള്ളി വരുമ്പോ നിനക്ക് കാറ് മേടിച്ചു തരും. ശരി, അതുവരെ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഓടിപ്പോ ആനല്ലേ, അതിനെ പിടിച്ചോണ്ട് എന്റെ വീട്ടിൽ കൊണ്ട് കെട്ട്. അയ്യോ, ആനനെ എന്റെ വീട്ടിൽ കൊണ്ടൊന്ന് കെട്ടാൻ. എടാവേ, അതിന് മതളകി ആന, അതിന് പ്രാന്താണ്, നിന്നെ കൊണ്ട് താങ്ങൂല അത്. എടാ, മതവിളവി ആന പിന്നെയും തിളയ്ക്കാം. അതുപോലെയല്ല കലിയളവി പോയ എന്റെ ഭാര്യ, അവളെ എനിക്ക് നന്നായിട്ട് അറിയാടാ. കലക്ക സ്കിറ്റ്, ഒരു ഗംഭീര കൈയടി. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലവണ്ണം നമ്മൾ ചിരിക്കാൻ പറ്റുന്നുള്ളതാണ്.
പിന്നെ ഇതിൻ്റെ കണ്ടന്റ് ഉഗ്രം കണ്ടന്റ് ആയിരുന്നു. അതിനൊരു ഉഗ്രം കൈഡി തരാണ്. കാര്യം ഇപ്പോൾ ആനുകാലികമായി ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളാണ്. കാര്യം എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട് ആന മതവിളകുന്നു. അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തതും ആ സബ്ജക്റ്റിൻ്റെ കാര്യം നമ്മളിതുവരെ കാണാത്തൊരു സാധനമാണ്. അതായത് ഒരു വണ്ടി ആദ്യമായിട്ട് മേടിച്ചത് പൂജിക്കാൻ വേണ്ടി, അത് പ്രത്യേകിച്ച് വൈഫിനുള്ള പേടിയൊക്കെ പുള്ളിക്കൊണ്ട് ഇത് എന്തോ ഈ പറയും എന്നുള്ളതാണ്. പക്ഷെ പ്രദീപിൻ്റെ നിപ്പ് തൊട്ട് രസമായിരുന്നു. ആദ്യത്തെ ഒരു നിപ്പും പരിപാടികളും കാര്യം ആനക്കിടേണ്ട പേരെടുത്ത് ഇങ്ങോട്ട് വിട്ടു, ഇങ്ങോട്ടെടുത്ത പേരെടുത്ത് ആനയ്ക്ക് വിട്ടു. അതിനുശേഷം സൂര്യ വരുന്നു. സൂര്യക്ക് നല്ല ഉഗ്രം പെർഫോമൻസ് ആണ് സൂര്യ. കാരണം അതായത് വണ്ടി കിടന്ന് ഇനിയിപ്പോൾ അവിടെ ചെന്ന് സിന്ധുവിൻ്റെ സന്ധിയിടത്തൊക്കെ പോയി ഷൈൻ ചെയ്യുകയും ചെയ്യണം. മൊത്തത്തിലൊരു അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രീജു പറഞ്ഞു. ശ്രീജുവിൻ്റെ ഒരു ഉഗ്രം കൗണ്ടർ കാക്ക തുറിയത് ലക്ഷ്യബോധമുള്ള കാക്ക അങ്ങനെ എല്ലാ കൗണ്ടറുകളും നല്ല രസമുള്ള കൗണ്ടറുകൾ ഫില്ല് ചെയ്തു. എനിക്ക് തോന്നിയത് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നിയല്ലേ, ഒരു ഇത്തിരൂടെ പ്രതീക്ഷിച്ചു. പക്ഷേ ഉള്ള സാധനം നിങ്ങൾ വൃത്തിയായിട്ട് നല്ല രസമായിട്ട്, കാര്യം ഏറ്റവും അധികം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നുള്ളതാണ്, നമ്മൾ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യം നിങ്ങൾ 3 പേരും പെർഫോമൻസ് ബേസിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി, 3 പേരും അടിപൊളി. ഉഗ്ര സ്കിറ്റായിരുന്നു. ഉഗ്ര സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയമാണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും തമാശകൾ വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശ്രീജുവിൻ്റെയും പ്രദീപിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ പെർഫോമൻസ്. അതായത് ഈ പറഞ്ഞ പോലെ ആദ്യം പ്രദീപിൻ്റെ ഒരു നിപ്പുണ്ടായിരുന്നു, അതിലറിയാം ഇയാൾ സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുക. കംപ്ലീറ്റ് ഇയാളുടെ കയ്യിൽ നിന്ന് പോയി ഒരു നോട്ടമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു മേലിലോട്ട്. അവിടുന്ന് ശ്രീജു ഇങ്ങനെ നിൽക്കുന്നത്, പ്രദീപ് ഇങ്ങനെ പെർഫോം ചെയ്യുക. പക്ഷെ 2 പേര് ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. അടിപൊളിയായിരുന്നു. നിങ്ങൾ 2 പേരും നിന്നലക്കുമായിരുന്നു. എല്ലാം പുതിയ തമാശകളായിരുന്നു. അങ്ങോട്ടായിരുന്നു നമ്മുടെ സൂര്യശ്രീ വരുന്നത്. സൂര്യശ്രീക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും സൂര്യശ്രീ ഗംഭീരമായിട്ട് ചെയ്തു. നല്ല ക്ലൈമാക്സും ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉഗ്രം സ്കിറ്റായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചിരിക്കണം. നമുക്കിവിടെ ഇരുന്ന നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നവരൊക്കെ ചിരിക്കണം. ആ ചിരിയുടെ എനർജിയാണ് നിങ്ങൾക്ക് നല്ലവണ്ണം ചെയ്യാനായിട്ടൊരു ടെമ്പോ കിട്ടുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത കണ്ടന്റ് അത് അതേപോലെയുള്ളൊരു സാധനമാണ്. കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അവർ 2 പേരും പറഞ്ഞെങ്കിലും ഞാനും പറയുമായിരുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു ജീവിയാണ് ആനയെന്ന് പറഞ്ഞത്. അത് നിൽക്കുന്നതിൻ്റെ ഏരിയ ഞാൻ പോവില്ല. കാര്യം അതിന് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്ത് അത് ഇങ്ങനെ ഒരു വിഷയം കാറ് പൂജിക്കാൻ കൊണ്ടുവന്നപ്പം അത് കുറേ വണ്ടികൾ ചെയ്തു. ആ കൂടെ നിന്ന് പ്ലിങ്ക് എന്ന് പറഞ്ഞ് ഇതുമൊക്കെ ചെയ്തിട്ടു. അങ്ങനെ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമായ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. പിന്നെ നിങ്ങളുടെ അഭിനയ ശൈലിയും ഒരു രക്ഷയില്ലായിരുന്നു. ശ്രീജുവും പ്രദീപും കേട്ടോ ഗംഭീരമായിരുന്നു. നിങ്ങൾ 2 പേരും നല്ല ടൈമിങ്. ഒരു കൗണ്ടർ പോലും വേസ്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ അകത്തില്ല. കാര്യം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനം മറ്റവൻ പോയിരിക്കുകയാണ് അങ്ങോട്ട്. ആന പോയിട്ടുണ്ട്, ആന സ്പോട്ടിലില്ല. അവനവൻ്റെ പണിയും കഴിഞ്ഞ് പോയി അടുത്തടുത്തേക്ക് ഹൈവേയിലേക്ക് ഇറങ്ങിയിരിക്കുകയല്ലേ. ഒരുപാട് പോകത്തില്ല. ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് ആൾ തിരിച്ചു വരും. ഇതേപോലെ ചിന്തിച്ചാൽ നല്ല നല്ല ഐറ്റങ്ങൾ നമ്മുടെ എല്ലാ ടൈമിലും കിട്ടും. ഒന്നും മെനക്കെട്ടാൽ മതി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പൊ കൈയോടെ നമുക്ക് മാർക്സ് വാങ്ങിക്കാം അല്ലേ? ഓക്കെ പ്രചോദേട്ടാ. ഓക്കെ ശരി, ഞാൻ ഒരു 15 മാർക്ക്. 15,000 രൂപ. ഓക്കെ ചലഞ്ചേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 15,000. ടോട്ടൽ 30,000 രൂപയായിട്ടുണ്ട്. നാശനഷ്ടം വളരെ അധികം. അപ്പൊ കുറച്ച് കാശ് വേണം. കാറ് ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് ആ ഭാര്യയുടെ സങ്കടം മാറ്റാൻ ടോട്ടൽ ലോസ് ആണ് ഒരു എമൗണ്ട് ഞാൻ ഇട്ടത്. ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. നല്ല എമൗണ്ട്. അപ്പൊ കാറൊക്കെ എത്രയും പെട്ടെന്ന് ഓക്കെ ആട്ടോ കേട്ടോ. ഓക്കെ ചെറുക്കം വരുമ്പോ അന്വേഷണം പറയണം. ആയിക്കോട്ടെ. ശരി ശരി ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത ടീം ബിജു ചേട്ടനുണ്ട്, സുധീഷ് ഉണ്ട്, കൂടെ ദീപ്തി. നല്ലൊരു കൈഡി. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി. എന്നെ കണ്ണ് കെട്ടി കറക്കി വിട്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ്റെ കൂടെ പോയി. അയ്യോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭാര്യ വാഴൂല. ഞാൻ 3 കെട്ടിയതാണ്. ആദ്യം സന്ധ്യ എന്ന് പറഞ്ഞൊരു പെണ്ണെ കെട്ടി. അന്ന് സന്ധ്യക്ക് തന്നെ അവളെ അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. രണ്ടാമത് ഇന്ദു എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കെട്ടി. എൻ്റെ ഏതോ ഒരു ബന്ധുവിൻ്റെ കൂടെ അവളെ ഒളിച്ചോടിപ്പോയി. ഇത് 3ാമത്. ഇവള് ഏത് ഹിന്ദുവിൻ്റെ കൂടെ പോയി? ചാരു ചാരു അയ്യോ പോയി ചാരു. ചേട്ടാ എന്തോന്ന് എന്റെ മേത്തോട്ടിട്ട് ചാരാനല്ല പറഞ്ഞത്. നിന്റെ ചാരുലത എന്നുള്ള പേരിനെ ഈ ഏട്ട ഷോട്ട് ചെയ്ത് ചാരു എന്ന് വിളിച്ചതാണ്. ഇഷ്ടമായ
നീ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലായിരുന്നാ? ഇല്ല. കേട്ടില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല. ദൈവമേ ഭാഗ്യം. എന്താ ഏട്ടാ ഭാഗ്യം തന്നെ? അല്ല, നിന്നെ കുറച്ചു മുമ്പ് കാണാതെ പോയില്ലേ? ഇപ്പൊ നിന്നെ കണ്ടില്ലേ? അത് ഏട്ടന്റെ ഭാഗ്യം എന്ന് പറയായിരുന്നു. പിന്നെ ഇതാണ് എന്റെ വെബ്സൈറ്റ്. വെബ്സൈറ്റാ? അയ്യോ, ഈ പണിയൊക്കെ നടക്കുന്ന സൈറ്റിന് എന്തോന്ന് അത് പറയുന്നത്? വർക്ക് സൈറ്റ്. ആ, വർക്ക് സൈറ്റ്. അത് തന്നെ, അത് തന്നെ. ചേട്ടന് മേശരിപ്പണിയാണോ? മേശരിപ്പണിയാ പൊളിഞ്ഞ്. മേശരിയെക്കാളും മേളില് കൺട്രാക്ട്. പിന്നെ ഞാൻ ചേട്ടൻ എന്നെ പെണ്ണാണാൻ വന്നപ്പോ ആകെ ഒരാഗ്രഹമല്ലേ പറഞ്ഞത്? ഒരാഗ്രഹം പറഞ്ഞോളൂ. അവിടുത്തെ ഏരിയയിലെ പെണ്ണുങ്ങൾ കഴുത്തിലിട്ടേക്കണേനേക്കാളും ശകലം നീളം കൂടി ഒരു താലിമാല വേണമെന്ന് പറഞ്ഞ് ആഗ്രഹം സാധിച്ചില്ലേ ചേട്ടൻ? നോക്ക്, ഒരു കള്ളൻ ഇത് കിട്ടിയ അവന്റെ 7 തലമുറക്ക് നിന്നുണ്ടാ. ചേച്ചിമാരെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ ആർക്കെങ്കിലും ഇത്രയും വലിയ മാല ഉണ്ടോ? നിങ്ങളുടെ അയലന്തരത്ത നാട്ടിലായില്ലല്ല. അതാണ് എന്റെ വേണുവേട്ടൻ. തേങ്ങ കൊണ്ടെന്നല്ല ഇട്ട് തന്നത്. അത് ഇട്ടോണ്ട് അവന്റെ കൂടെ പോകുമ്പോ അതിന് മരക്കൊമ്പിൽ ഉടക്കെങ്കിലും നിൽക്കുമല്ലോ. ആദ്യമാല സൂക്ഷിക്കണം. ഞാനേ കഴിഞ്ഞ ദിവസം തുണിയെടുക്കാൻ പോയപ്പോഴേ. തുണിയെടുക്കാൻ പോയി? ആരെ കൂടെ തുണിയെടുക്കാൻ പോയി? ഏത് കടയിൽ തുണിയെടുക്കാൻ പോയി? കടയിൽ തുണിയെടുക്കാൻ പോയതല്ല, ടെറസിന്റെ മുകളിൽ അലക്കിയിട്ട് തുണിയെടുക്കാൻ പോയപ്പോഴേ. അവിടെ തുണിയെടുക്കാൻ പോയപ്പോഴാ? തുണി എടുത്തിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് ഈ മാല എന്റെ കാലയിലൊടക്കിട്ട് ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് ബോൾ ഉരുണ്ട് വീണ പോലെ താഴ്ത്തോട്ട് വീണ്. അങ്ങനെയാണ് സംഭവിച്ചത്. എന്റെ പൊന്നിതയമേ, അയലോക തരാവൻ ചേട്ടൻ പറഞ്ഞടാ, വേണോ നിന്റെ ടെറസിന്റെ മണ്ടേന്ന് ഒരു ഈനാം വെച്ച് ഉരുണ്ട് താഴോട്ട് പോണെന്ന്. ആ ഈനാം വെച്ച് നീ ആയിരുന്നല്ലേ? എടി, പിന്നൊരു കാര്യം, അന്ന് നീ മറുപടി പറയാത്തൊരു കാര്യമാണ്. ഞാൻ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ, ഞാൻ നല്ല നടന്നല്ലേ വന്ന? അതല്ല പറഞ്ഞു, ഞാൻ അന്ന് നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നില്ലേ? അപ്പോൾ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. നിന്റെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ചോദിച്ചു. അന്ന് നീ മറുപടി പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും പറയാം. ഞാൻ പറയാ, ചേട്ടന് സങ്കടം തോന്നരുത്. എനിക്കെന്തോന്ന് സങ്കടം? നീ ഏകദേശം ഇല്ലേ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ ഇത്ര കൊടവേറ് വേണ്ട. നീ ഇവിടെ ചുങ്ങിപ്പി ഇവിടെ തള്ളിയില്ല. ഇപ്പൊ ശരിയായി. നല്ല പൊക്കമുള്ള ഒരു ചെറുക്കൻ, മുടിയൊക്കെ ഇങ്ങനെ ചരിച്ച് വാരി, അത്യാവശ്യം കുറ്റുമീശ, കുഞ്ഞു താടി, കുഞ്ഞു കണ്ണ്, ചെറിയ ചന്ദനക്കുറിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചെറുക്കൻ. അതാ എന്റെ മനസ്സിലുള്ള ചെറുക്കൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ജിമ്മി പോയി അടിച്ചുരുട്ടി 10 ദിവസം കൊണ്ട് ചെറുതാക്കി കൊണ്ട് വരായിരുന്നു. ഞാൻ എന്തോ ചെയ്യും? പ്രശ്നമാവോ? ഇനിയിപ്പൊ എന്ത് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലല്ലേ? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാലോ. എന്താ പഴം കസ്തൂരി മമ്പഴം പെണ്ണ് ചുരുക്കുടം പള്ളി മഴക്കര വന്നു വിളിക്കൂല. അയ്യോ, എന്താ ഇവള് പറഞ്ഞ അതേ രൂപം? സ്ലിം ബ്യൂട്ടി, കുറ്റിത്താടി, കുഞ്ഞിക്കണ്ണനാ? കുഞ്ഞിക്കണ്ണ്. പിന്നെ ഉറക്കളഞ്ഞ് പണി ചെയ്ത് ഞാൻ കുഞ്ഞി കണ്ണാവൂലോ. ഈ പുള്ളി എന്തിനാ പറയണേ? എനിക്ക് മനസ്സിലായില്ല. നീ ആര്? ജോണി. ഈ സൈനഡൊക്കെ കൊടുത്ത് കൊന്ത്. അത് ജോളി. ഞാന് പ്ലംബറാ. കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു കേട്ടാ. എന്റെ അമ്മാവനൊരു കക്കൂസിന്റെ കുറവുണ്ടായിരുന്നു. അമ്മാവന് കക്കൂസാ? മെമ്പറല്ലേ? മെമ്പർ അല്ലെന്ന്. ഞാൻ പ്ലംബർ പണിക്ക് വന്നതാണ്. പ്ലംബർ ജോണി. പ്ലംബർ ജോണി എവിടെ കേട്ട് പരിചയമുള്ള പേര്. പേരിൽ തന്നെ ഒരു വശപ്പശ കൊണ്ട്. അയ്യോ, നല്ല ചന്ദനക്കുറി. വേണിച്ചേട്ടൻ ഇങ്ങനത്തെ കുറി ഇടാൻ പാടില്ല. ആ മൊബൈലിൽ കംപ്ലീറ്റ് സ്ഥലങ്ങളും ഏട്ടൻ പണിയുന്ന സ്ഥലങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് പോയി. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി. എന്താടാ? അല്ല, ഇത്രയും കണ്ടന്റുകളിൽ ഒന്നെങ്കിൽ ഇത് കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ പഴയ കാമുകിയോ ആയിരിക്കും. അങ്ങനെ ഒന്ന് ഇട്ടതാ. ഈ കണ്ടൽ അങ്ങനെ ഒന്നുമില്ല. കൂടെ പഠിച്ചതല്ല, പഴയ കാമുകിയല്ല. അപ്പൊ പുതിയ കണ്ടന്റ് ഉണ്ടാക്കണം. ആരാണിത്? എന്നെ എനിക്ക് ചോദിക്കല. ആര്? അതല്ല, പോയതാര്? എന്റെ അമ്മൂമ്മ. കണ്ടിട്ട് ചെറുപ്പക്കാരി കണക്കിരിക്കണ്. ഞാൻ ഡൈ അടിച്ച് ഇറക്കി വിട്ടാടാ. എന്തിനീ പണി സൈറ്റിൽ കൊണ്ടുവന്നത്? സിമന്റും മണലും കുഴക്കണ കാണാൻ വന്നത്. നിനക്ക് ഇപ്പൊ എന്തോന്ന് വേണം? എനിക്കൊന്നും വേണ്ട. ഞാൻ അവിടെ പണി ചെയ്യണം. ആ പണി കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായില്ല. ആരെന്ന് പറഞ്ഞ? ശ്രീനിവാസന്റെ മോനാ. വിനീത് ശ്രീനിവാസൻ. പാട്ടൊക്കെ നിർത്തിയോ? പാട്ടൊക്കെ അല്ല, പാട്ടൊക്കെ നിർത്തിയോ? അതല്ല, ഇവിടെ പ്ലംബിംഗ് പണിയതിൽ ശ്രീനിവാസൻ പുള്ളിയുടെ മോനാണെന്ന്. അയ്യോ, ശ്രീനിവാസൻ ചേട്ടാ എവിടെ? അച്ഛൻ വരൂല. അച്ഛന്റെ പേര് വരില്ല. അയ്യോ, അച്ഛൻ വരൂല. പെരുമ്പാവൂര് കൊണ്ടുപോയി. അയ്യോ, അവന്റെ അച്ഛനെ പെരുമ്പാമ്പ് കൊണ്ടുപോയി. ഇന്നലെ കൂടെ കണ്ടതാണ്. അതല്ലെന്ന്, 19 വയസ്സായില്ലേ പെരുമ്പാവൂർ ഒരു ആശുപത്രി കൊണ്ടിട്ടേക്കണെന്ന്. അങ്ങനെ പറഞ്ഞ 85 വയസ്സാണെങ്കിൽ എന്റെ സൈറ്റിൽ വരണം, പണിയെടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. എനിക്ക് ഇവിടെ ചെറുപ്പക്കാർ പണിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, അത്ര തന്നെ. എന്തോ ചെറുപ്പക്കാരെ ഈ ബിൽഡിംഗ് പിടിച്ച് കടിക്കുവോ? ബിൽഡിംഗ് പിടിച്ച് നക്കും, എനിക്ക് ഇഷ്ടമില്ല, അത്ര തന്നെ. അത് ഇയാളല്ല പറയണ്ടേ. ഇവിടെ സൂപ്പർവൈസറാണ് എന്നെ ഇവിടെ പണിക്കെത്തിയത്. 2 ദിവസം ഞാൻ ഇവിടെ പണി ചെയ്തായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞില്ല. 3-ാമത്തെ കെട്ടാൻ പോകുമ്പോ ഓർക്കണം.
എന്താടാ പറഞ്ഞത്? മൂന്നാമതൊരെണ്ണത്തിനെ കെട്ടിയല്ലേ? അങ്ങനെ പതുക്കെ ഉണ്ടാക്കാനല്ല പറഞ്ഞത്. നാട്ടുകാർ കേക്കല്ലേ, അവള് കേക്കല്ലേ. അത് അമ്മൂമ്മ പറഞ്ഞിട്ട് അമ്മൂമ്മ തന്നെ, അത് അമ്മയാണ് അമ്മൂമ്മ. അത് പെണ്ണല്ലടാ, അമ്മയാണ് അമ്മൂമ്മ. അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു കൊടുക്കല്ല. വീട്ടില് നീല ടാർപ്പയും 10 കസേരയും കൊണ്ടിരുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന് എന്റെ വീട്ടിൽ എന്തൊരു വിശേഷം? കൊല്ലുമല്ലോ. ആരെ? പറഞ്ഞു കൊടുത്താ കൊല്ലു. അടിയന്തരം നടക്കും. അമ്മയാണ് അടിയന്തരം നടക്കും. അമ്മനാണസത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. കൊടുക്കൂലല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് നല്ല രസമുള്ള ചേച്ചിയല്ലേ? അതുകൊണ്ടല്ലേ അറിഞ്ഞ് കെട്ടിയത് ഞാൻ. പെണ്ണിന്റെ സ്ഥലം പെണ്ണ് എവിടെന്ന്? പെണ്ണ് ആലപ്പുഴയിൽ കെട്ടി അമ്പലപ്പുഴ കൊണ്ടിട്ട്. ആ ജില്ലക്കാരൊന്നും പറഞ്ഞില്ലേ? ഏത് ജില്ലക്കാര്? ആലപ്പുഴ ഇയാള് കെട്ടി അമ്പലപ്പുഴ കൊണ്ടിട്ടെന്ന് ആലപ്പുഴ അവളെ വീട്, അമ്പലപ്പുഴ എന്റെ വീട്. ഇവിടുന്ന് കെട്ടി എടുത്ത് അവിടെ കൊണ്ടിട്ട്. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ്. എത്ര പെട്ടെന്നാ? ഇത് പിന്നെ കുത്തമ്മിനാർന്നല്ലോ, പണിസലല്ലേ? അതുകൊണ്ട് പിന്നെ ഇവിടെ എന്താ എല്ലാ അപ്പാപ്പന്മാരെ പണിക്ക് നിർത്തിയേക്കണ? ചെറിയ പെമ്പിള്ളേരെ ആമ്പിള്ളേരൊന്നും കിട്ടൂലേ? അത് ഒളിച്ചോടി പോകുന്നുള്ള പേടി. എന്താ ഒളിച്ചോടി പോകുന്നുള്ള പേടി? ആര്? അതെന്താണെന്നറിയാമോ? നമ്മൾ ചെറുപ്പക്കാരെ പണിക്ക് നിർത്തി കഴിഞ്ഞാലേ നമ്മളെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ വെള്ളം അടിക്കാനോ ഒളിച്ചോടി പോകൂലേ? തരാളിയാ നിനക്ക്. അങ്ങനെ പറഞ്ഞതാണ്. നിനക്ക് ഇപ്പൊ എന്ത് വേണം? ചേട്ടാ പറ, എന്ത് വേണം നിനക്ക്? എന്ത് വേണം? പണി ചെയ്യണം. നീ എത്രാമത്തെ നില പണിയാമോ? 2ാമത്തെ നിലയില്. നീ പോയി 9ാമത്തെ നില പണി പോ. അതിന് 8 നിലയേ ഉള്ളു. ഇവിടുന്ന് 8ാമത്തെ നിലയിൽ ചെന്ന് 9ാമത്തെ ഒരു നില ഉണ്ടാക്കി അവിടെ പോ. ചെല്ല്. ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ? വേണു ചേട്ടാ, വെയിലത്തൊക്കെ നടന്നിട്ട് ആകെ വല്ലാണ്ടായി. നമുക്കില്ല അപ്പുറത്തെ കോളേജിൽ ആമ്പിള്ളേരുടെ കോളേജിന്റെ ക്യാൻറ്റീനിൽ ഇപ്പൊ ചായ കുടിച്ചാലോ? ആമ്പിള്ളേരെ കോളേജ് അവിടെ ക്യാൻറ്റീൻ നടത്തണവന്റെ സ്വഭാവം അറിയാമോ? എനിക്കെങ്ങനെ? തമിഴ്നാടുകാരൻ മുത്തുവണ്ണാച്ചി. എന്റെ പൊന്നപ്പി ഒന്നാതെ ഇവിടെ 100 കൂട്ടം ജോലി ആയിട്ടിരിക്കണം. നീ തലപ്പുരാൻ തെടിപ്പിക്കാതെ പോ പോ പോ. ജോലി ജോലി. അയ്യോ ചേട്ടൻ അല്ലെങ്കിലോ ജോലി 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 എന്ത് ജോണി 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 ഇപ്പൊ വിളിച്ചു. ജോണി ജോണി എന്താ ജോണി ജോണി ചേച്ചി വിളിച്ചെന്നെ. ഇവിടെ ഒരു കമ്പിപ്പാര എന്താ കിടന്നില്ലേ? അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. നീ നോക്കിയോ? ഹലോ, കോള് പോണല്ലോടി. പിന്നെ കൈ കുത്തി വിളിച്ചെങ്ങനെ ഫോൺ? അയ്യോ ഫോൺ ഫോട്ടോ എടുത്തിട്ട് 8ാം നില വെച്ചിട്ട് മറന്നു. 8ാം നിലയിൽ നിന്റെ കുഞ്ഞമ്മ ഇരുന്ന് അവിടെ കൊണ്ടുവയ്ക്ക. പോയി എടുത്തോണ്ട് വാ. എത്രാമത്തെ നില പോണ്? 8ാം നിലയിൽ ഫോൺ എടുക്കാൻ. 8ാം നിലയിലാ? അവനെ നമ്മൾ ഏത് നില പണിക്ക് പറഞ്ഞു? 8ാം നിലയിൽ. ഈ 2 മുട്ട് കണ്ട പഴുത്ത് പറഞ്ഞിരിക്കുകയാണ്. നടന്നു കയറി ഞാൻ നടന്നു. എനിക്ക് എന്റെ വിധിയാണ് എന്റെ അമ്മ. എന്റെ വിധി അത് തന്നെ. ഇവിടുത്തെ മുതലാളി ആദ്യമേ പറഞ്ഞു, വേണു നമ്മൾ തുടക്കത്തിലൊരു ലിഫ്റ്റ് വെച്ചാലോന്ന്. എന്റെ കുണ്ടിക്കൊഴുപ്പിന് ഞാൻ പറഞ്ഞു, സാറേ ഈ ഫ്ലാറ്റിന്റെ പണി കഴിഞ്ഞിട്ട് വെച്ചാ മതി എന്ന്. നടന്നു കയറുപടി, നടന്നു കയറി. എന്നെ നിനക്കറിഞ്ഞൂടാ. ഈ നിന്റെ ഇപ്പുറത്തൊന്നുമില്ല. വരരുത് വരരുത്. സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നത് അപരാധമാണോ? ഭയങ്കര അപരാധമുള്ളടാ. എന്താണ് നീ എന്താണ് ചൂടാവണ? നിങ്ങളുടെ കെട്ടിയാൻ പറഞ്ഞ നിങ്ങളുടെ മിണ്ടരുന്ന. അപ്പോ അങ്ങോട്ട് മാറി. അങ്ങേരിക്ക് വട്ട, അങ്ങേരി ചുമ്മാ. ജോണി 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 യെസ് പപ്പ. ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. ടെല്ലിംഗ് ലൈസ് നോ പപ്പ. ഓപ്പൺ യുവർ മൗത്ത്. പണിക്ക് വന്നവനെ ഈ പെണ്ണുമ്പോൾ അങ്കമ്മാടി കൊണ്ടാക്കിയല്ലേ. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ പോവണത് മാറി. എന്തുവാടാ എന്താടാ ഇത്? ഇത് റിങ്. റിങ് തരോ? മൊബൈൽ നമ്പർ ആദ്യം ഒരു റിങ് തരാം. അതല്ല, ഈ റിങ് എനിക്ക് തരോ? ഇതൊന്നും തരാൻ പറ്റത്തില്ല. എടാ നീ പാട്ടുകാരൻ, ഞാൻ പഴയ റിങ് ഡാൻസ് കാരി. നീ ഇങ്ങനെ കൊണ്ടോ റിങ് ഡാൻസ് കളിക്കണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു. പിന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കണം. അയ്യോ പോ. ഇതിന് നിറച്ച് പൊടിയുണ്ട് കേട്ടാ. എന്തൊരു പൊടിയായത്? അയ്യോ എന്റെ കണ്ണ്. എടാ ജോണി ഒന്ന് വന്നേടാ. എടാ എന്റെ കണ്ണില് പൊടി പോയടാ, ഒന്ന് വന്നേടാ. എവിടെ? ഇവിടെ കണ്ണിൽ ഇവിടെ. ഞാൻ കറക്റ്റ് സമയത്ത് വന്നോണ്ടല്ലേ നിങ്ങളെ ചേട്ടൻ 8ാമത്തെ നിലയിൽ നിൽക്കണം. അറിയാമോ? അയാള് വന്നാ 8ാമത്തെ നിലയിൽ ഇറങ്ങി വരാ. സെക്കൻഡ് ഒന്നിൽ റിങ്ങിലാക്കി കളഞ്ഞാ പട്ടി. എനിക്ക് ചേച്ചിയെ കാണുമ്പോ എന്തോ തോന്നറിയോ? ലഡു. ലഡുവാ? അതാണ് ഒരു ഉണക്കമുന്തിരി ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കോമഡിയൊക്കെ പറയും കേട്ടോ ചില സമയത്ത്. റിംഗ് ഡാൻസ് കളിച്ചാലോ? അയ്യോ എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല. പഠിക്കണേ എങ്ങനെയാണ്? എടാ ചേട്ടൻ ഇവിടെ നിന്ന് കാണൂട്ടോ. എനിക്കന്നറിയില്ലേ, പുള്ളിയെ കാണുന്നേ ഇഷ്ടമല്ലേ. എവിടെ നോക്കിയാലും ചേട്ടനായിട്ട്. അവിടെ നോക്കിയാ ചേട്ടൻ, ഇവിടെ നോക്കിയാ ചേട്ടൻ. അതാണ്ടാ ആ പെണ്ണിന്റെ രൂപം. അവിടെ നോക്കിയാലും ചേട്ടനായിട്ട്. അതിന് പേടിയാ.
ചേട്ടനെ പോലെ തോന്നണേ അല്ലടാ, ചേട്ടൻ തന്നെടാ. അയ്യോ ഇതായിരിക്കുന്നു. അറിഞ്ഞു വെച്ചോണ്ടേനാ ചേച്ചി വിളിച്ച് കയറ്റിയതാ. കണ്ണിൽ പൊടിയിട്ട് മായ്ക്ക് എടുത്തോണ്ട് പോണ ടീമുകൾ വേറെ ഉണ്ട്. ഇത് ഇറക്കണ ഇറങ്ങണ എങ്ങനെയാടാ കയറിയത്? എങ്ങനെ കയറിയത്? ചാടിയും കയറി. അങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇറങ്ങിയ ഞാൻ എങ്ങനെ ഇറങ്ങും? അറിഞ്ഞൂടാ വാവ എങ്ങനെ ഇണങ്ങും എങ്ങനെ ഇണങ്ങുമെന്ന്. നല്ല സ്വഭാവം കേട്ടോ. ഇതുപോലെ റിങ് ഇതുപോലെ റിങ് അല്ല, വെളി, പടി, 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 പടി. ഞാൻ തന്നെ നോക്കി നടത്തണം. വേണ്ട PVC പൈപ്പ് കൊണ്ടിട്ടേക്കണ്. അയ്യോ ഇലക്ട്രിക് പോസ്റ്റാണ്ട് ഈ വയർ പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞിട്ട് 100 ദിവസമായി. ഒരുത്തനും പറ്റൂല. നോക്കണ്ടേ? റിംഗ് ഡാൻസ് കളിക്കാം ഇപ്പൊ കഴുത്തിലിട്ട് കൊടുത്ത. ഞാൻ പോവല്ലേ. എന്റെ തന്ത ശ്രീനിവാസനാണെങ്കിൽ അവന്റെ നാളം കേട്ട് ഞാൻ ഇവിടെ നിൽക്കൂല. നിങ്ങൾ ഭർത്താവ് ഉണ്ടായിട്ടും എന്നെ വിളിക്കണല്ലേ? നിങ്ങൾ കാരണമാണ്. അയ്യോ, പാവം കറണ്ടടിച്ച് നിക്കണ ദൈവമേ. വേണ്ട ചേച്ചി ഒരു പാവം ആദ്യം കെണ്ടയ്ക്ക് തന്നെ കൊടുക്കാം. അയ്യോ അണ്ണാ, അയ്യോ ചേച്ചി രണ്ടിനും ശ്വാസമില്ല. ഇങ്ങേർക്ക് എന്തിനു ശ്വാസം കൊടുക്കണം? 2 എണ്ണം കെട്ടി ജീവിതത്തിന്റെ അങ്ങ് അവസാനം വരെ കണ്ടി എവിടെ രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആദ്യം ചേച്ചിക്ക് കൊടുക്കട്ടെ. ചേച്ചിക്ക് ശ്വാസം. അണ്ണൻ എന്തുകൊണ്ടാ വേണ്ടേ? കൃത്രിമ ശ്വാസം. ചേച്ചിക്ക് ശ്വാസം, എനിക്കൊരാശ്വാസം. കണ്ണടാ, ഞാൻ ശ്വാസം തരുമ്പോഴാണ് ഉണരേണ്ടത്. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? കണ്ണടാ, ഞാൻ തരാം. ആശുപത്രി കൊണ്ടുപോട്ടെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോവാം. മാറ്, ഞാൻ നീക്കട്ടെ. അല്ല, കൊണ്ടുപോവാം. നീ കൊണ്ടുപോകണ പട്ടി സമ്മതിക്കൂല. 2 എണ്ണം വേറെ പോയി നിന്നെ ഒരുത്തിനോടെ വിടാൻ സമ്മതിക്കൂല. ഇന്ന് MD എടുത്ത് പറഞ്ഞ് ഇവന്റെ കാര്യത്തിന് ഞാൻ തീരുമാനം ഉണ്ടാക്കിയിരുന്നാണ്ട. എന്നെ വേണമെന്നല്ല, വേണോന്ന് വിളിച്ചോ. ജോണി, ജോണി എണീക്ക്. നിങ്ങൾ എവിടെ നിന്ന് വന്നേ പെണ്ണും പുള്ളേ? അടി മേടിച്ച് തരുവാണല്ലോ എനിക്ക്. ഇനി എങ്ങനെ? ചേച്ചി, ഞാനൊരു സത്യം പറയാം. എന്താടാ? ചേച്ചി ഞെട്ടിക്കണം. എന്ത് എന്ന് വെച്ചാൽ ഇയാളില്ലേ, ഇയാൾ ഓൾറെഡി 2 എണ്ണം കെട്ടി. 3ാമതാണ് ചേച്ചിയെ കെട്ടിയത്. ഞെട്ട് ഞെട്ട് ഞെട്ട്. നീ പറഞ്ഞൊട്ടും അങ്ങനെ 2 കെട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് അങ്ങനെ കെട്ടിയത്. ഞാനൊന്ന് കെട്ടിയല്ലേ? ഒന്ന് കെട്ടിയതാ? അയാളെന്തി? അത് വേറെ പെണ്ണിനെ കൂടി പോയി. നീ അത് വിട്. എടാ, നിനക്കറിയാമോ വേണുചേട്ടന്റെ വിചാരം അങ്ങേർക്ക് എന്റെ സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും കൂടെ പോകുമെന്ന് നോക്കിട്ട് കൊണ്ടു കിടക്കണേന്ന്. പക്ഷെ അതല്ല സത്യം. ഇയാള് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടി പോകുന്ന അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അയാളെ കൊണ്ടു കിടക്കണം. അത് നിനക്കറിയാമോ? അങ്ങേര് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പളാണ് ഞാൻ. ദൈവമേ, പിടിച്ചതിനേക്കാളും വലിയ സാധനമാണ് മാളത്തിനകത്തിരുന്നത്. ആരടാ അത്? നല്ലൊരു കൈഡി, നല്ല സ്കിറ്റായിരുന്നു പ്രചോദേട്ടാ. നല്ല ആത്മാർത്ഥമായി പണിയെടുത്തൊരു സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തു. കാരണം ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരാളുടെ സംശയങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ഒരാളുടെ സംശയങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് കൗണ്ടറിനേക്കാൾ ഉപരി കുറേ സാധനങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്തു. ഒന്ന് ആദ്യം കൈയിടേണ്ട മാലയ്ക്കാണ്. കാര്യം ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു പിന്നെ അവിടെ ഒരു ഇത് ഫ്ലെക്സ് കൊണ്ടുവച്ചു. അതിൽ 2 പേരുടെ പടം. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഫീമെയിലിൻ്റെ പോഷൻ മാറ്റിയിട്ട് അവിടെ ബിജു വർഗീസ് ഒളിഞ്ഞു നോക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ദീപ്തി മേളിൽ പോകുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് റിങ്ങിൻ്റെ പരിപാടികളൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നന്നായി. 3 പേരും. സുധീഷാണ് അടിപൊളിയായിരുന്നു. ബിജു വർഗീസ് നിങ്ങളൊരു അസാധ്യ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളതായി ഫ്ലോറിൽ. സുധീഷിൻ്റെ പാട്ട് നന്നായിരുന്നു. കൃത്രിമശ്വാസമൊക്കെ അടിപൊളിയായിരുന്നു. ദീപ്തി നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. 3 പേർക്ക് വളരെ സ്റ്റഡി. താങ്ക് യു പ്രചോദേട്ടാ. ഷാജി ചേട്ടാ, ഉഗ്ര സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ കുറേ സ്കിറ്റുകൾ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതായത് ഭാര്യയെ സംശയമുള്ള ഭർത്താവ്. പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്തു. അതായത് ഇങ്ങനെ ഒരു നിങ്ങളൊരു വർക്കിംഗ് സ്ഥലത്തോട്ട് കൊണ്ട് പ്ലേസ് ചെയ്തു. അവിടെ വേറെ മറ്റൊരു പണിക്കാരൻ വരുന്നു. പിന്നെ ഈ മാലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഏരിയയിലോട്ട് നിങ്ങളത് കൊണ്ടുവന്നു. ഒരു തമാശകൾ പോലും മുൻപ് വന്നിട്ടുള്ളൊരു തമാശയായിട്ട് നമുക്ക് തോന്നിയതേയില്ല. എടുത്തു പറയേണ്ടത് ബിജു വർഗീസിൻ്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. കാര്യം നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. മുടിയൊക്കെ ചെരിച്ച് സൈഡിലോട്ട് ചീകിട്ട്. പിന്നെ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. കാര്യം ഇയാൾ 2 കെട്ടിയതാണ്. ഇനി ഇത് പോകരുതെന്നുള്ളതാണ്. അപ്പോൾ പുള്ളി ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നുള്ളതാണ്.
ദീപ്തിയുടെ കാര്യങ്ങളും ദീപ്തിയുടെ ഏരിയ ഭംഗിയായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. സുധീഷ ചക്കരെ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. നിന്റെ ഓരോ പെർഫോമൻസ്, അതായത് പെർഫോമൻസ് മീൻസ് ആ ഡയലോഗ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. കണ്ണടച്ച് കിടക്ക്, കണ്ണടക്ക് എങ്ങനെ വേണം എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ണ് തുറന്നില്ല അവൻ തന്നേനെ കേട്ടോ. അങ്ങനെ കുറേ നല്ല സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ നല്ല പെർഫോമൻസും ചിരിക്കാനും അത്യാവശ്യം ചിരിക്കാനും നല്ല നല്ല തമാശകളും ഒക്കെ ഉള്ള നല്ല രസമുള്ളൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജേട്ടാ. നസീർക്ക നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല ടൈമിംഗ് ആയിരുന്നു നിങ്ങൾ 3 പേര്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശകലം പോലും വിട്ടുകൊടുത്തിട്ടില്ല ആരും. എൻ്റെ അഭിപ്രായത്തിൽ ദീപ്തിക്ക് ഇച്ചിരി കുറഞ്ഞു പോയി, വേഷം കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിടുന്ന കാര്യം. സിറ്റുവേഷൻ അതാണല്ലോ. പിന്നെ ഈ സംശയം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു രോഗം തന്നെയാണ് കേട്ടോ. സംശയം നമ്മുടെ മനസ്സിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. ആ ഒരു അവസ്ഥ ഇവിടെ ബിജു കാണിച്ചെന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് സുധീഷ് ഒരു പാവപ്പെട്ട ഒരു മേശരിയായിട്ട് വന്നതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു കേട്ടോ. സാധാരണ നീ കാണുമ്പോൾ എല്ലാ ഇതിന് നീ ഭയങ്കര മാന്യനായി. അല്ലേ? എന്തായാലും വളരെ ഗംഭീരമായ ഒരു എപ്പിസോഡായിരുന്നു ഇത്. നല്ലപോലെ ചിരിക്കാനുണ്ടായിരുന്നു. അതേപോലെ ഇനിയും വരുമ്പോൾ ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്കിറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങൾ വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജേട്ടൻ നമുക്ക് മാർക്സ് കൊടുക്കാം അല്ലേ? മാർക്സ് കൊടുക്കാം. ഞാൻ ഇവർക്കൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. അടിപൊളി. ഓക്കെ നസീർക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനും 15,000 തന്നെ കൊടുക്കും. ടോട്ടൽ 30,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദന 8ാം നിലയ്ക്കൂടെ ചേർത്ത് കൊടുക്കണം. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പൊ ഉഷാർ ഐറ്റമായിട്ട് ഇനിയും വരണം. ഓക്കെ, പയ്യെ കൈ ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത സ്കിറ്റല്ല. ഒത്തിരി സന്തോഷമുള്ള മനസ്സ് നിറയുന്ന ഒരു കാര്യം പറഞ്ഞു. അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നിങ്ങളിലേക്കൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നു അന്നത്തെ ദിവസം, എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ മിസ്സാക്കി. പക്ഷെ നമ്മുടെ പ്രേക്ഷകർ മിസ് ചെയ്യാതെ കണ്ട് നമ്മുടെ ഇത് ഐറ്റം വേറെയിലെ ഒരു ഭാഗമാണ്. ഓർമ്മയുണ്ടോ? ഒരു അമ്മയും അച്ഛനോട് വന്നിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയും അച്ഛനും വന്ന് നമ്മുടെ ഫ്ലോറിൽ വന്ന് കലക്കിയത്. കർണാലയം. രണ്ട് അപ്പച്ചന്മാരും ഒരു അമ്മച്ചനും പൊളിച്ചത്. പിന്നെ അവര് വന്ന് ഇവിടെ പൊളിച്ചു. അത് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ കണ്ടു. നമുക്ക് അവരെ ഇഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും അവരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യം, ഒരു നല്ല കാര്യം നടന്നു. അത് നമ്മളോട് നേരിട്ട് ഷെയർ ചെയ്യാൻ അവർ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ അവരെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലേക്ക്, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റത്തിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. വാ. ഇപ്പൊ നമ്മുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മുടെ കുടുംബമായി. എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് പിന്നെയും സ്വാഗതം. ഈ സന്തോഷമുള്ള കാര്യം പറയട്ടെ, കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. അതായത് ഇവരെല്ലാവരും വന്നല്ലോ, വന്ന് നമ്മുടെ വേദിയിൽ വന്ന് പെർഫോം ചെയ്തിട്ട് പോയി. അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കർണാലയത്തിലേക്ക് എന്തെങ്കിലും സഹായം, ആർക്കെങ്കിലും സുമനസ്സുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ നമ്മൾ എഴുതി കാണിച്ചായിരുന്നു. അതിൽ ഒരു ചേട്ടൻ, എനിക്കൊന്ന് ചേട്ടൻ ദുബായിലല്ലേ, ദുബായിൽ നിന്നാണ്. ആ ചേട്ടൻ ഇനി അങ്ങോട്ട് കർണാലയത്തിലേക്ക് എല്ലാ മാസവും ചേട്ടന്റെ സംഭാവനയായിട്ട് 45,000 രൂപയുടെ ഒരു വെരി ഗുഡ്, വെരി ഗുഡ്. ചേട്ടന്റെ പേരെന്നാ? ദേവരാജ് ഫ്രം ദുബായ്. അദ്ദേഹത്തിന് ഒരു വലിയ കൈഡി. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ കർണാലയത്തിന് വേണ്ടിയിട്ട് ചേട്ടനും ചേട്ടന്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് ദുബായിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ചെയ്യാവുന്ന എല്ലാവർക്കും ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ആ സന്തോഷം നമ്മളോട് നേരിട്ട് പറയാനാണ് എല്ലാവരും വന്നത്. ഒരുപാട് സന്തോഷം. ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഞാൻ മുമ്പൊക്കെ സ്കൂളിലെ സ്റ്റുഡൻസിനെയൊക്കെ നമ്മുടെ കലോത്സവം, സ്റ്റേറ്റ് കലോത്സവത്തിൽ വരെ കുട്ടികളെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടിയത് എൻ്റെ ലൈഫിലും അല്ല, ഒരുപാട് സന്തോഷമുള്ളായിരുന്നു. നമുക്ക് ഈ പ്രവാസികളെ കുറിച്ച് നമുക്കറിയാം. അവർ ഈ പറയുന്നത് പോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് നന്മയുള്ള ആളുകളാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടാണെങ്കിൽ ഒരുപാട് പേര് അവിടുന്ന് മെസ്സേജൊക്കെ നമുക്ക് അയക്കാറുള്ളതാണ്. അപ്പോൾ എന്നാലും ദുബായിലുള്ള ദേവരാജിന് ഞങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെ വകയായിട്ട്, ഇത് ഐറ്റം വേറെയുടെ വകയായിട്ട്, കരുണാലയത്തിൻ്റെ വകയായിട്ട് ഒരു വലിയ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരുണാലയത്തിന് ഇനിയും ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി. അതിൻ്റെ പുറകെ നമുക്ക് പെരുമഴക്കാലം എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നമ്മുടെ ദുബായിൽ നിന്ന് ബിനോയ് എന്ന് പറഞ്ഞ അച്ഛന് നമുക്ക് ഇതുപോലെ എല്ലാ മാസവും
അന്നദാനവും ഒരു 10,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ അയച്ചു തന്നു. ഇവിടുന്ന് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ മൂവാറ്റുപുഴയിലുള്ള ഒപ്റ്റിക്സിലെ ഒരു ഫാമിലി, നമ്മുടെ അർച്ചന എന്ന് പറഞ്ഞ കൂട്ടുകാരിയായിരുന്നു. ഇവർക്ക് ആദ്യം തന്നെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസിൽ. ആ ഗിഫ്റ്റിൻ്റെ കൂടെ ലെറ്ററുമാണ് സ്പെഷ്യൽ. നമ്മൾ പണ്ട് നൊസ്റ്റും ഒക്കെയാണ്. ആ ലെറ്റർ വായിച്ചിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് കാര്യങ്ങൾ, ഇന്ന് ഈ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം വരെ അവിടുത്തെ അത് അച്ഛൻ പറയും, കറക്റ്റ് അച്ഛൻ പറയും. ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോൾ ഇവരെ കണ്ണ് ശരിക്കും പരിശോധിച്ച് ഇവർക്ക് കാഴ്ച കൊടുത്തിട്ടാണ് ഞങ്ങൾ കരുണാലയത്തിലോട്ട് തിരിച്ചു പോയത്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രെയിം ഒക്കെ വെച്ചിട്ടാണ് അവർക്ക് കണ്ണാടി ഗിഫ്റ്റ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയിൽ വളരെ സന്തോഷകരമായിട്ട് മാനവീയമായ ഈ ജഡ്ജസിന്റെ മുന്നിൽ നിന്നും പരിപാടി അവതരിപ്പിച്ച് ഞങ്ങൾ കർണാലയത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ സന്തോഷവും സായുജ്യവും അച്ഛനമ്മമാർക്ക് കിട്ടി എന്നുള്ളത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. പിന്നെ അല്പം ദുഃഖത്തിലുള്ള ചെറിയൊരു കാര്യം, ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവ ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വരികയും അന്ന് അത്യാവശ്യമായിട്ട് എന്തോ ജീവയ്ക്ക് പോകേണ്ടി വന്നു. തിരിച്ച് പ്രാവശ്യത്തെ വരവിൽ അത് നികത്തുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു അവസരം മുടത്തുന്ന പരമപവിത്രമായ ഫ്ലവേഴ്സ് ടിവിയുടെ ഈ ചാനലിൽ നിന്നുകൂടി ഞങ്ങൾ എന്നെപ്പോലെയും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പോലെ നൂറുകണക്കിന് അച്ഛനന്മാർക്ക് സഹായഹസ്തങ്ങൾ ലഭിക്കുക, സഹകരണങ്ങൾക്കപ്പുറം ലഭിച്ചതിന് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ വേദിയോടും കൂടി വളരെയേറെ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതിൽ ഒന്നാമതായിട്ട് പറയുവാൻ എടുത്തു പറയേണ്ട ഒരു അവസരമായി ഇത് കരുതുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾക്ക് ആദ്യമായിട്ട് ലഭിച്ചു എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് തന്നെ 2-3 സ്കൂളുകളുടെ സരസ്വതി ക്ഷേത്രങ്ങളുടെ വാർഷികോത്സവവും പഠനോത്സവത്തിൻ്റെയും ഉദ്ഘാടനത്തിന് ഞങ്ങൾ അച്ഛനമ്മമാർക്ക് പങ്കെടുക്കാൻ കിട്ടി. പിന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് ടെലികാസ്റ്റ് ചെയ്ത പിറ്റേ ദിവസം തന്നെ മില്ലിയനടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ വളരെയേറെ പ്രതിസന്ധികൾ കാരണം ചെയ്ത് അവിടെ ജീവിച്ച് വളരെ തുച്ഛമായ ആൾക്കാരുമായിട്ട് തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു കരുണാലയം. 6-10 പേരിനകത്ത് തുടങ്ങിയൊരു സ്ഥാപനം ഇന്ന് 350-ൽ പരം അച്ഛനമ്മമാരെ കിടപ്പരോഗികളായിട്ടും അംഗഹീനരായിട്ടും പ്രായാധിക്യം കൊണ്ടും ഒക്കെ താമസിക്കുന്നവർക്കായി ഇന്ന് ഞങ്ങൾക്ക് ആദ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിലുള്ള നമ്രത എന്ന മകൾ എല്ലാ മാസവും 10,000 രൂപ അച്ഛന്മാർ ക്ഷേമത്തിനായി കിട്ടുന്നുണ്ട്. പണ്ട് അവതാരകനായിരുന്നു, മൈക്ക് വിടുന്നേ ഇല്ല. നല്ല വോയിസും അല്ല, മനസ്സിന്റെ ഒരു സന്തോഷമാണ്. നല്ല നല്ല വാക്കുകൾ അല്ലേ? സത്യം ജീവ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ജീവ അത് നല്ല കട്ടിയുള്ള വാക്കുകളാണ്. ഇപ്പോഴും നമ്മളെ സംബന്ധിക്കേണ്ട ഇത്രയും കട്ടിയുള്ള വാക്കുകൾ പറഞ്ഞിട്ടും അതിൽ പിടിച്ചു നിന്ന വീഴാ നടുക്ക് നിൽക്കുന്ന അമ്മയ്ക്കാണ്. അമ്മ പറയാമോ, എന്തുണ്ട് സന്തോഷം? പറ. സന്തോഷമൊക്കെ ഉണ്ട്, എനിക്ക് പറയാനൊന്നുമില്ല. അച്ഛനെല്ലാം പറഞ്ഞു. ഇവിടെ സംസാരിക്കാൻ ഒരാൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഹലോ, സംസാരിക്കണ്ട നമുക്ക്. ഇങ്ങനെയുള്ള സഹായം കിട്ടും തോറും നമുക്ക് സന്തോഷം കൂടി വരുക. അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റേജിന് വെള്ളപ്പിഴങ്ങാനും മക്കളെ ഞങ്ങളെയും കൂടെ വിളിക്കണം. ശരി ശരി, തീർച്ചയായിട്ടും അത് മതി. ഇങ്ങേറ്റത്ത് ഒരാൾ പുതിയൊരാൾ നിൽപ്പുണ്ടല്ലോ, ഒന്ന് പറയൂ, എന്താണ് പേര്? എന്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ, എവിടെയാണ് സ്ഥലം? കോഴഞ്ചേരി. ഓക്കെ. ഞാൻ അവിടെ കരുണാലയത്തിലെത്തുന്ന എൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ചെയർമാനും അവിടുത്തെ PRO എല്ലാവരും കൂടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി തന്നെ പറഞ്ഞ് ഇനി കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. അങ്ങനെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ ഒരു കണ്ണിൻ്റെ ഡോക്ടർ പറഞ്ഞ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, അതും സംശയമാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഓപ്പറേഷൻ ചെയ്ത് കണ്ണിനിപ്പം നല്ല കാഴ്ചയുണ്ട്. ഒരു കണ്ണേ ഉള്ളൂ, ഒരു കണ്ണ് കാണത്തില്ല. എനിക്ക് ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യം എല്ലാം റെഡിയാക്കി തന്നത് നമ്മുടെ കരുണാലയത്തിലെ ചെയർമാനും ചെയർമാൻ്റെ വൈഫ് റംല എന്ന് പറയുന്ന അമ്മയും കൂടി രണ്ടുപേരും കൂടാണ് അതിനുള്ള സാഹചര്യം എല്ലാം റെഡിയാക്കി തന്നതും. അവരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. അപ്പം ജീവ, ഇപ്പൊ എന്തായാലും നമ്മളെല്ലാവരും സന്തോഷത്തിൽ നിൽക്കുക. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ അവരുടെ ഒരു പ്രോഗ്രാം ഒന്ന് കണ്ടാൽ ഒരു പെർഫോമൻസ് അത് കൊള്ളാം. അത് റെഡിയായി നിൽക്കുമല്ലേ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്കിന്ന് നേരിട്ട് കാണണം. ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഞാനില്ലായിരുന്നു. നേരിട്ട് കാണാൻ യോഹിച്ചവളെയാ. ഞാൻ ഇത്രയും പറഞ്ഞു, അവരുടെ അടുത്ത് നിന്ന് പറയരുതേ, മീരെന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഇനിയിപ്പോ നമ്മൾ ഇനി ചോദിച്ചോളാം തന്നെ വിളിക്കാം. ചോദിച്ചോളാം, അതെന്നാ കാണാം. നമ്മുടെ ചോദിച്ചോളാം കാണാം. ഓക്കെ, അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത്
റംസാൻ നിലാവത്ത പെണ്ണല്ലേ റംഗീല പെണ്ണല്ലേ റംസാൻ നിലാവത്ത പെണ്ണല്ലേ റംഗീല പെണ്ണല്ലേ തങ്കക്കിനാവിന്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ പൂമാരൻ റംസാൻ നിലാവത്ത പെണ്ണല്ലേ റംഗീല പെണ്ണല്ലേ തനതിരുദാന തിരുദാന തന തനതിരുദാന തിരുദാന തനതിരുദാന തിരുദാന തനതിരുദാന തിരുദാന കിങ്ങിണി തുമ്പിയെ പിടിക്കണ പ്രായം കഴിഞ്ഞടി കുട്ടിക്കുരുവി പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി പൊട്ടാസ് പൊട്ടിച്ച് നടന്നൊരു കാലം കഴിഞ്ഞടി മോഹബത്തിൻ കണ്ണേ ഇന്നിനി രാവിൻ മണിയറയിൽ അമ്പിളിമാമൻ വരുമല്ലോ അറബിക്കഥയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ ഇന്നാണല്ലോ കല്യാണം നിലാവത്ത പെണ്ണല്ലേ റംഗീല പെണ്ണല്ലേ നല്ല കൈഡി അടിപൊളി അടിപൊളി കൈഡി വരട്ടെ. ഷാജോൻ ചേട്ടാ എന്താണ് പറയണ്ടേ? അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. നിങ്ങൾ വരുമ്പം തന്നെ ഒരു എനർജിയാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴേ അതിലെ ഒന്ന് കേറി നോക്കി. അപ്പൊ എന്റെ പിള്ളേരെ ഇവിടെ കണ്ടില്ല. അന്നേരം എന്റെ മനസ്സങ്ങ് മേടിച്ചു. അയ്യോ. ഉടനെ എന്റെ ഡയറക്ടർ ചോദിച്ചു എന്നാ ഒരു ക്ഷീണം. ഞാൻ പറഞ്ഞു എന്റെ പിള്ളേരവിടെ വന്നിരുന്നാലും എനിക്കൊരു എനർജി. മനസ്സിലായല്ലോ. അപ്പൊ വന്നിരുന്നു ആ ഒരു എനർജി കാണാനുണ്ടായിരുന്നു നമുക്ക്. ആ അഭിനയത്തിന്റെ എനർജി പറഞ്ഞ ഒന്ന് അങ്ങേയറ്റം, അതെ, ഒന്ന് നടുക്ക, ഒന്ന് ഇങ്ങേയറ്റം. ആ എനർജി 3 എനർജിയും കൂടെ വരുമ്പോൾ എന്റെ എനർജി അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. മനസ്സിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നിനെ കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നില്ല. നമ്മൾ പൊളിയാണ്, പൊപ്പൊളി. ഹാപ്പി ആയിട്ടിരിക്കുക. ഈ 74-ാമത്തെ വയസ്സിൽ 74 ആയിട്ടില്ല, ചുമ്മാ പറയരുത്. 74 ആയിട്ടൊന്നും നമ്മുടെ കണ്ണി പൊടിയിടാൻ ഇല്ലില്ല. ആയിട്ടില്ല. അസ്ഥിയല്ല. എന്നിട്ടാണ് വളരെ കൂളായിട്ട് ഇങ്ങനെ നിന്ന് കാണിച്ചില്ലല്ലോ, ഇവിടെ ഒക്കത്തില്ല. വേണ്ട എനർജികളായിരിക്കുന്നത്. ഒത്തിരി 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 സന്തോഷം. ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സന്തോഷങ്ങളൊക്കെ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് വേദികളിൽ പോകാനും അവരുടെയൊക്കെ സ്നേഹം ഏറ്റുവാങ്ങാനും ഒക്കെ സർവേശ്വരൻ ആയുസ്സും ആരോഗ്യം ഒക്കെ തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം. ഞങ്ങളെ വിളിക്കോ? വിളിക്കും. ഒപ്പം തന്നെ ബിന്ദുജയ്ക്കും ബിന്ദുജയുടെ കൂടെയുള്ള അന്ന് വന്ന 2 പേരുണ്ടല്ലോ. അതായത് ഇതിന്റെ ഡയറക്ടേഴ്സ് ആണ് 2 പേര്, വിനീഷും ഷിയാസും. അപ്പൊ ശരി അച്ഛാ കേട്ടോ. ഇനി വരണം. ആരും ചോദിച്ചവളെ പോവാണോ പറഞ്ഞോ? ഹലോ മിസ്റ്റർ പെരേര. അത് വേറെ ഐറ്റം ആണ്. അത് വേറെ എന്റെ നടുവിനൊരു വിലക്ക. താങ്ക് യു കേട്ടോ അച്ഛാ, ഇത്തിരി സന്തോഷം. ഇനിയും വരണം. ഓക്കെ, ഒരു നല്ല കൈ കേട്ടോ ഇവർക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മളെപ്പോഴും പറയാറുള്ളത് സമയമൊക്കെ ജെറ്റ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് കാലിക്കറ്റ് എന്ന് വന്ന ഈ എല്ലാവർക്കും ഒരു നല്ല ഗൈഡ് നമ്മുടെ വക. കാര്യം നിങ്ങൾ ഞങ്ങളുടെ ടീമിനെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്തു. ബിഗ് ബാൻ ഗാനമേള ടീം അല്ലേ? അപ്പൊ എല്ലാ കലാകാരന്മാർക്കും ഞങ്ങളുടെ ഐറ്റം വേറെയുടെ വക ഒരു വലിയ കൈയടിയും ഒരു താങ്ക്സും കേട്ടോ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഒരുപാട് പൊട്ടിച്ചിരികളും നല്ല നല്ല സ്കിറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.